മണിപ്പൂരിന്റെ സംസ്ഥാന പുഷ്പമാണ് സിറോയ് ലില്ലി. സിറോയ് മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന അത്യപൂർവമായ പൂവാണ് സിറോയ് ലില്ലി. മണിപ്പൂരിന്റെ മണ്ണിൽ, അതും സിറോയ് മലനിരകളിൽ മാത്രം വളരുന്ന ലില്ലിപ്പൂവ് മണിപ്പൂർ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ഒരടിയോളം മാത്രം ഉയരം വയ്ക്കുന്ന ലില്ലിച്ചെടി സാധാരണയായി ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് പുഷ്പിക്കുന്നത്. പിങ്ക് കലർന്ന വെള്ള നിറമാണ് പൂക്കൾക്ക് തണൽ ഇഷ്ടമാണ്. 1 മുതൽ 7 വരെ പൂക്കൾ നൽകുന്നു. മണിരൂപത്തിലുള്ള ഇതളുകളാണ് ഈ പൂവിനുള്ളത്. ഈ പൂവ് വളരെ വിനയത്തോടെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യത്തെയും എളിമയെയും പ്രതീകപ്പെടുത്തുന്ന പുഷ്പമാണിത്. പല നിറയെ ലില്ലി പൂത്തുകിടക്കുന്നത് അതിമനോഹര കാഴ്ചയാണ്. സിറോയ് കുന്നുകളുടെ ഉയർന്ന പ്രദേശങ്ങൾ മാത്രമേ അവ കാണാൻ കഴിയൂ, മറ്റൊരിടത്തുമില്ല. ബ്രിട്ടീഷുകാർ മുമ്പ് മറ്റ് പ്രദേശങ്ങളിലും ഈ ചെടി വളർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. സിറോയ് ലില്ലി സിറോയ് കുന്നുകളുടെ മകളാണെന്നും അവിടെ മാത്രമേ ഉണ്ടാകൂ എന്നും അവിടുത്തെ ഗോത്രം കരുതുന്നു. 1960കളിൽ ഒരു ഇംഗ്ലീഷുകാരനാണ് ഈ ചെടിയെ കണ്ടെത്തിയത്. അദ്ദേഹം അതിന് തന്റെ ഭാര്യയുടെ പേര് നൽകി. സിറോയ് കുന്നുകളിൽ മൺമറഞ്ഞ ഒരു രാജകുമാരിക്ക് വേണ്ടി കാത്തിരുന്ന കാമുകന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഈ പുഷ്പമെന്ന് ടാങ്ബൂർ നാഗ സമുദായത്തിന്റെ ഇടയിലും ഒരു ഐതിഹ്യമുണ്ട്. സിറോയ് ലില്ലിയുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി മണിപ്പൂർ ടൂറിസം വകുപ്പ് സിറോയ് ലില്ലി ഫെസ്റ്റിവൽ വർഷം തോറും നടത്താറുണ്ട്. മണിപ്പൂരിലെ ഏറ്റവും വലിയ ടൂറിസം ആഘോഷമാണ് സിറോയ് ലില്ലി ഫെസ്റ്റിവൽ. നാഗ ഭൂരിപക്ഷ ജില്ലയായ ഉക്രൂലിലെ പുൽമേടുകളിൽ സിറോയ് ലില്ലികൾ പൂക്കുന്ന സമയത്താണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മണിപ്പൂരിലെ ഈ സംസ്ഥാന പുഷ്പത്തെ അനുസ്മരിക്കുന്നതിനും അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായി ഒരു തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. കാലാവസ്ഥാ മാറ്റം, ആവാസ വ്യവസ്ഥയുടെ നാശം, വനനശീകരണം, കൂടാതെ മാരം എന്നറിയപ്പെടുന്ന ഒരുതരം കുള്ളൻ മുളയുടെ കടന്നുകയറ്റം എന്നിവ കാരണം ഈ പുഷ്പം ഇന്ന് കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനമാണ്.